അണ്ടിപ്പിട്ടിടിക്കുക എന്നുള്ള പരിപാടിയിലാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം. ഇത് ചുവന്ന അരി വറുത്ത് വെച്ചതാണ്. മട്ടരി എന്ന് പറയും, ചുവന്ന അരി എന്ന് പറയും. അത് വറുത്ത് വെച്ചതാണ്. ഇത് അണ്ടിപ്പരിപ്പുണ്ട്, ബദാമുണ്ട്, നിലക്കടലയുണ്ട്. ഇതെല്ലാം വറുത്ത് വെച്ചതാണ്. ഇത് തേങ്ങ, അത് വറുത്തിട്ടില്ല. ഇത് എള്ള് വറുത്ത് വെച്ചത്, ശർക്കര ഇത് പൊടിക്കണം. പിന്നെ ഇത് ബൂസ്റ്റിൻ്റെ പൊടി പാക്കറ്റ് 2 ഇടുന്നുണ്ട്. പിന്നെ ഏലക്കായും പൊടിച്ചിട്ട് എല്ലാം കൂടി പൊടിച്ചതിന് ശേഷം ഇനി ഞാൻ കാണിക്കാം. ഇത് ബദാം, അണ്ടിപ്പരിപ്പ്, നിലക്കടല എല്ലാം കൂടി പൊടിച്ചതാണ്. ഇത് തേങ്ങ വറുത്ത് പൊടിച്ചതാണ്. എല്ലാം പൊടിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അരി വറുത്ത് പൊടിച്ചതാണ്. അത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി, എല്ലാവർക്കും ഇടണമെന്നില്ല. നമുക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടണം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഇളക്കാം. നന്നായി ഇളകണം, എന്നാലും എല്ലാം ഒരുപോലെ ആവും. നമുക്ക് കുട്ടികൾക്കൊക്കെ 4 മണി സ്കൂളിൽ വരുമ്പോൾ ഒരു ഉരുള എടുത്ത് കൊടുത്താൽ അവർക്ക് വലിയ സന്തോഷമൊക്കെ ആവും. വയസ്സായ ആൾക്കാർക്ക്, വലിയവർക്ക് എല്ലാവർക്കും നല്ലതാണ്. വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നമുക്ക് ശരീരത്തിന് നല്ലതാണ്. ഇതിൽ എല്ലാം കൂട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ശരീരത്തിന് നല്ല സാധനമാണ്. ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് പൊടിക്കാം. ലോഡ് ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ്. ശർക്കര ഒഴിക്കുന്നത് നമുക്കതിലേക്ക് കുറേശ്ശെ ഒഴിക്കാം. ഒഴിക്കതാണ്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ഒഴിക്കാം. അതിയാവാനും പാടില്ല. നന്നായി കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടി വയ്ക്കാം. നമ്മുടെ അണ്ടിപ്പുട്ട് റെഡി. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറാണ്. ഹായ്, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ.